ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പാസ്തയാണ് കേട്ടോ ഉണ്ടാക്കിയത്. വല്ലപ്പോഴൊക്കെ ഇങ്ങനത്തെയൊക്കെ ഉണ്ടാക്കി കൊടുക്കണ്ടേ. കുഞ്ഞിപ്പെണ്ണ് സ്നാക്സ് ബോക്സിനും അത് തന്നെയാണ് കേട്ടോ കൊണ്ടുപോയത്. കുറച്ച് ബദാമും കൂടി ഇട്ട് കൊടുത്തിട്ട് അവളുടെ സ്നാക്സ് ബോക്സ് അങ്ങ് പാക്ക് ചെയ്തു കേട്ടോ. കുറച്ച് വെള്ളം കൂടി വെച്ചിട്ടുണ്ടായിരുന്നു. മഴ ആയതുകൊണ്ട് കുട്ടികൾ കൂടുതൽ വെള്ളം കുടിക്കാറില്ല. അങ്ങനെ കുഞ്ഞിപ്പെണ്ണിനെ നഴ്സറിയിൽ വിട്ടിട്ട് വന്നു കേട്ടോ. മുറ്റം അടിച്ചു വാരിയപ്പോഴാണ് കേട്ടോ ഒരു മൂലയ്ക്ക് ഇങ്ങനെ ഈ ഒരു ചെടി ഇരിക്കുന്ന കണ്ടത്. കുരു കണ്ടിട്ട് ഞാവൽപ്പഴത്തിൻ്റെ ആണെന്ന് തോന്നുന്നു. ഈ കുട്ടികളാരോ തിന്ന് എറിഞ്ഞപ്പോൾ കിളർത്തതാണ് കേട്ടോ. മഴക്കാലമല്ലേ. അപ്പം ഞാനൊരു ചട്ടിക്കകത്ത് കുറച്ച് മണ്ണിരിപ്പുണ്ടായിരുന്നു, അതിനകത്ത് ഇത് നട്ട് വെക്കുന്നുണ്ട് കേട്ടോ. ഒരു 3-4 ചെടിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 3 ഞാനിങ്ങനെ നട്ട് വെക്കുന്നുണ്ട്. നമുക്ക് നോക്കാം വളർന്നു വരുമ്പോൾ എന്താകുമെന്ന്. നിങ്ങൾക്ക് ഈ ചെടി കണ്ടിട്ട് എന്താ തോന്നുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ പറമ്പിലോട്ട് പോയപ്പോൾ മൂസമ്പി ഇങ്ങനെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല മഞ്ഞ നിറമായിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് പറിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാനൊന്ന് തിരിച്ചപ്പോൾ തന്നെ പെട്ടെന്ന് പറഞ്ഞിങ്ങ് വന്നു കേട്ടോ. കുറച്ച് ദിവസം മുമ്പേ ഞാൻ ഒരെണ്ണം പറിച്ചിട്ടുണ്ടായിരുന്നു. അതിന് നല്ല നാരങ്ങയുടെ മണമായിരുന്നു കേട്ടോ. പക്ഷേ ഇതിന് മുസമ്പിയുടെ മണമൊക്കെ വന്നിട്ടുണ്ട്. കളറും ഏകദേശം മുസമ്പിയുടെ തന്നെയാണ് കേട്ടോ. ഞാനൊരു അല്ലി കടിച്ചു നോക്കിയപ്പോൾ പുളി തന്നെയാണ് കേട്ടോ. പക്ഷെ പണ്ടത്തെക്കാളും കുഴപ്പമില്ലാന്ന് തോന്നി. അതവിടെ മാറ്റി വെച്ചിട്ട് ചോറുണ്ണാൻ വേണ്ടി പോയിട്ടോ. കറണ്ട് ഇല്ലാത്തതുകൊണ്ട് കറിയൊന്നും വെച്ചിട്ടില്ല. ക്യാബേജ് തോരൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മോരും കൂട്ടി ചോറുണ്ടു. കുട്ടികളെയും കൊണ്ട് സ്കൂളിൽ നിന്ന് വന്നപ്പോൾ ഐസ്ക്രീമും കൂടി മേടിച്ചുകൊണ്ട് വന്ന് ഉറങ്ങിക്കിടന്ന കൊച്ചാണ് കേട്ടോ എണിച്ച് വന്നിട്ട് ഇപ്പോൾ ഐസ്ക്രീം തിന്നുന്നത്. ഇത്രയും ദിവസം നല്ല മഴയായിരുന്നു. ഇന്ന് ഭയങ്കര വെയിലുമായിരുന്നു കേട്ടോ. അതേപോലെ ചൂടും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ഐസ്ക്രീം തിന്നാന്ന് തോന്നിയിട്ടാണ് കൊണ്ടുവന്നത് കേട്ടോ. വൈകുന്നേരം ആയപ്പോഴാണ് കുട്ടികൾ ഫ്രിഡ്ജിനകത്ത് മുസമ്പി ഇരിക്കുന്ന കണ്ടത്. പിന്നെ എന്തായാലും അവർക്കത് വേണം. പുളിയാന്ന് പറഞ്ഞാലും കുട്ടികളുണ്ടോ കേൾക്കുന്നു. പിന്നെ എന്താ ചെയ്യുക, നന്നായിട്ട് പൊളിച്ചെടുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് മുളക് പൊടിയും ഉപ്പും പഞ്ചസാരയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് അങ്ങ് കഴിച്ചു നോക്കി. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു. ആ മധുരവും ഉപ്പും പുളിയും എല്ലാം കൂടി ചേർന്നപ്പോൾ അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ നാളെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ ഫ്രണ്ട്സ്, ടേക്ക് കെയർ.